അവയവദാനം മഹാപരാധമായും വമ്പൻ കച്ചവടമായും ചിത്രീകരിച്ച് പിന്തിരിപ്പൻ എന്ന പേര് നേടിയ ആളാണ് നടൻ ശ്രീനിവാസൻ. തനിക്ക് അബദ്ധം പറ്റിയെന്ന് ശ്രീനിവാസൻ തിരുത്തിയെങ്കിലും അവയവദാനത്തിന്റെ മഹത്വം കൃത്യമായി അറിയാവുന്ന ഇന്നച്ചനെ അതിന്റെ കലിപ്പ് അടങ്ങിയിട്ടില്ല. അറിവില്ലായ്മ കൊണ്ടാണത്രേ ശ്രീനിവാസൻ അമ്മാതിരി അഭിപ്രായവുമായി വന്നത്. ഈ അടുത്ത കാലത്ത് പത്രവാർത്ത വന്നിട്ടുണ്ടായിരുന്നു, ഇതൊന്നും മാറ്റിവെച്ചവരാരും ഇവിടെ ജീവിച്ചിരിപ്പില്ല. അതിനുശേഷം അവർ തിരുത്തി പറഞ്ഞു, ഞാനത് കണ്ടില്ല, അതിനുശേഷം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, ഇപ്പം ഞാൻ മാപ്പ് ചോദിക്കുന്നു, എൻ്റെ സുഹൃത്താണ് പറഞ്ഞത് അല്ലേ. ശ്രീനിവാസന്റെ അറിവില്ലായ്മയ്ക്ക് സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ ഇന്നസെന്റിന് ഉദാഹരണങ്ങളുണ്ട്. ക്യാൻസർ എന്ന രോഗത്തെ അതിജീവിച്ച ഒരാൾ എന്ന നിലയിൽ അവയവദാനം കൊണ്ടുള്ള ഗുണത്തെക്കുറിച്ചും അവയവം വച്ചുപിടിപ്പിച്ചതുകൊണ്ട് മാത്രം ഇപ്പോഴും ജീവിച്ചതിനെക്കുറിച്ചുമുള്ള ഓർമ്മകളുണ്ട്. ഒരിക്കൽ ഹൃദയ തകരാറ് അനുഭവിക്കുന്ന ഒരാളെ കാണാൻ ഇന്നച്ചൻ പോയി. അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളാണ്, അയാളുടെ ഭാര്യയും ഉണ്ട്. വളരെ സംശയത്തിലാണ്, അയാൾക്ക് ചെറിയൊരു സംശയമുണ്ട്, ഇതൊക്കെ നടക്കുമോ നടക്കില്ലേ. അപ്പം ഞാൻ വന്ന് അന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഒക്കെ ശരിയാവും, പറയാൻ എളുപ്പമാണ്, നമ്മളല്ലല്ലോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതും ഇത് കൊടുക്കുന്നതും ഒക്കെ, പക്ഷെ നമുക്കതല്ലേ പറയാൻ സാധിക്കുള്ളൂ. ഞാൻ പറഞ്ഞു ഒക്കെ ശരിയാവും എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ കേക്ക് മുറിച്ചു. അന്ന് രാത്രി തന്നെ അദ്ദേഹത്തിന് ഒരു ഈ പറഞ്ഞ പോലെ ഹൃദയം കിട്ടി, തൃശ്ശൂർ എന്നാന്ന് തോന്നുന്നു കിട്ടി. അയാളിപ്പോൾ വണ്ടി ഓടിച്ച് ഇവിടെ വരുന്നുണ്ട്. അവയവദാനത്തെക്കുറിച്ച് മാത്രമല്ല, ക്യാൻസറിനെ കുറിച്ചും ചിലരൊക്കെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്രീനിവാസനും അക്കാര്യത്തിൽ മോശമല്ല. ക്യാൻസർ വന്നാൽ പിന്നെ ഒരിക്കലും മാറില്ല, ചികിത്സിക്കേണ്ടതില്ല, മരിച്ചു പോകും എന്നെല്ലാമുള്ള പ്രചാരണങ്ങൾ. അക്കൂട്ടത്തിൽ പ്രധാനികൾ അമിതമായി പ്രാർത്ഥനകളുമായി നടക്കുന്നവർ കൂടിയാണ്. രോഗബാധിതന്റെ മാനസികാവസ്ഥ പോലും തിരിച്ചറിയാത്ത ചിലർ. പള്ളിയിലൊക്കെ പോയിട്ട് കുർബാനയൊക്കെ കഴിഞ്ഞ് അവിടെ നല്ല പ്രസംഗം കേട്ടിട്ട് വരുമ്പോൾ ശോശനും ചെടുത്തിയും കൊച്ചുറോദമിയും മറിയൻ ചെടുത്തിയും തമ്മിൽ പറയുകയാണ്, എടി ഇവിടെ ഇന്നസെൻ്റ് ആ ചാരിയാസരെ കിടക്കുന്നുണ്ട്, ഇനി അധികം നാളുണ്ടാവില്ല എന്നാണ് തോന്നുന്നത്, നമുക്കൊന്ന് പോയിട്ട് അയാളെ കാണാം. ഇവര് ഗേറ്റ് കടന്നു വരുമ്പോൾ തന്നെ എൻ്റെ ആത്മാവ് ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. കാരണം ഇവർ വന്ന് നോക്കുന്നത് തന്നെ ഇങ്ങനെ ഒരു നിൽപ്പ, അതോടുകൂടി കഴിഞ്ഞു. അതിന് ശേഷം ഇവർ പറയാണ്, അങ്ങോട്ടും നോക്കി കുറച്ചു നേരം മിണ്ടാതിരുന്നതിന് ശേഷം അന്ന് ഇതിനു മുമ്പ് കണ്ടതിനേക്കാളും ശരീരം പോയോ എന്നാണ് ഇവർ ആലോചിക്കുന്നത്. അതിന് ശേഷം ഇവർ പറയുക, നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാവർക്കും കൂടി ഒന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന നല്ലതാ, വേണ്ട എന്നല്ല, പക്ഷെ ഒരാൾ വലിയ അത്യാസന്ന നിലയിൽ കിടക്കുമ്പോഴേ ഒരു 10 ആൾ നിന്ന് ചുറ്റും പ്രാർത്ഥിച്ചാൽ അവൻ്റെ പണി കഴിയും. കാരണം മാനസികമായിട്ട് അതൊരു സംഭവമാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിരിക്കുന്നത് അത് സത്യമാണെന്ന് നിങ്ങൾക്ക് അറിയാം. നമുക്ക് പറയാൻ പറ്റും നിങ്ങൾ പ്രാർത്ഥിക്കരുതെന്ന് പറ്റില്ല. ഇവർ വന്നിട്ട് 7 പേരോ 8 പേരോ ഉണ്ട്. ഇവർ വന്നിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ പ്രാർത്ഥന തുടങ്ങി. പ്രാർത്ഥനയുടെ ആദ്യ വാചകം ഇതായിരുന്നു, ദൈവമായ കർത്താവേ, നമ്മുടെ ഈ സഹോദരൻ ഇന്നസെന്റിനെ ഞാൻ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ പണി കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഏൽപ്പിക്കരുത്, എനിക്ക് വേറെ പണിയുണ്ട്. അമ്മ എന്ന് പറഞ്ഞ സംഘടന കൊണ്ടുവന്ന ഞാൻ MP ആണ്. അതൊക്കെ ചെയ്തു തീർക്കണം എന്ന ബോധം പോലും ഇത്തരക്കാർക്കുണ്ടാകാറില്ല. ശ്രീനിവാസൻ കാണിച്ചതും സമാനമായ ബുദ്ധി തന്നെ. ഇന്നച്ചനാണെങ്കിൽ എന്തൊക്കെ അനുഭവങ്ങളിലൂടെ കടന്നു വന്ന മനുഷ്യനാണ്. 42 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമയിൽ അഭിനയിച്ചത്. ആ സിനിമയുടെ പേര് ജീസസ് എന്നായിരുന്നു, യേശു. ആ സിനിമയിൽ ഇന്നത്തെ മദ്രാസ് മുഖ്യമന്ത്രി, അതായത് അവർ ഏകദേശം നിങ്ങൾക്കറിയാം അസുഖമായി ഭയങ്കര പ്രശ്നത്തിൽ കിടക്കുകയാണ്, അവരെൻ്റെ കൂടെ അഭിനയിക്കാനുണ്ടായി. അവരതിനകത്ത് സലോമി എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ഹെറോദാവ് എന്ന് പറയുന്ന രാജാവായിട്ട് അഭിനയിക്കുന്നത് KP ഉമ്മർ എന്ന് പറയുന്ന നടനാണ്. അവരുടെ ഭാര്യയായി ഹെറോദ്യയായിട്ട് അഭിനയിക്കുന്നത് ഖദീജ എന്ന് പറയുന്ന നടിയാണ്. അവിടെ ഒരു നൃത്തമാണ് ഈ ജയലളിത ചെയ്തത്. എനിക്കിന്നും ആ വരികളും പാട്ടുകളൊക്കെ ഓർമ്മയുണ്ട്. ഒരു ടൈറ്റ് പാൻറ്റ് പോലെ ഡ്രസ്സൊക്കെ ഇട്ട് ജയലളിത നൃത്തം ചെയ്യുന്ന സീനാണ് അവിടെ എടുക്കേണ്ടത്. ഞാൻ താമസിക്കുന്ന മദ്രാസിൽ ഉമാ ലോഡ്ജിൽ. അപ്പോൾ ഉമാ ലോഡ്ജിൽ നിന്ന് കാലത്ത് ആ സ്വാമി പറഞ്ഞു, അതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു, 30 രൂപ ഒരു മാസത്തെ വാടകയാണ്, ഒരു ദിവസത്തെ വാടകയാണ്. 30 രൂപ ഇന്ന് വൈകുന്നേരം സായങ്കാലം നീ കൊണ്ടുവരില്ല, ഉങ്ക ബോക്സ് എല്ലാം റോട്ടിൽ എടുത്ത് ഞാൻ പറയുകയാണ്. അപ്പോൾ എനിക്ക് 30 രൂപ എൻ്റെ കയ്യിലില്ല, ഒരു മാസത്തെ വാടക കൊടുക്കാനുണ്ട്.
പക്ഷെ ഞാൻ അത് കഴിഞ്ഞ് നേരെ പോകുന്നത് ജീസസ് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനാണ്. അവിടെ ആ ഷൂട്ടിങ്ങിൽ എൻ്റെ രംഗം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ജയലളിത സലോമി ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കയ്യിലൊരു വൈൻ ഒക്കെ പിടിച്ചിട്ട് കിരീടമൊക്കെ വെച്ചിട്ട് രാജാവായിട്ട് നിന്ന് അഭിനയിക്കുകയാണ്. ആ അഭിനയിക്കുന്ന രാജാവിൻ്റെ കയ്യിൽ, ഒരു രാജ്യത്തിൻ്റെ രാജാവാണ് ഞാൻ, ആ അഭിനയിക്കുന്ന രാജാവിൻ്റെ കയ്യിൽ 30 രൂപ എടുക്കാനില്ല. ഞാൻ ഈ വൈൻ കുടിക്കുമ്പോഴും വൈകുന്നേരം സ്വാമി എൻ്റെ പെട്ടി വെച്ച് പുറത്തേക്ക് ഇടില്ലോ എന്നാണ്. അപ്പം ഇതൊക്കെ കടന്നു പോകുന്ന ഒരാളാണ് ഞാൻ. തുടർന്നും അനുഭവങ്ങളിലൂടെ നാട്ടുകാരെ നയിക്കാൻ ഇന്നച്ചന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത ഇടവേളയിലേക്ക്. അത് കഴിഞ്ഞ് കർഷക പ്രേമി. നേരെ നോക്കി ഓടിക്കേ മാസ്റ്റർ, ഈ ക്ലച്ചും ആക്സിലേറ്ററും ഒരുമിച്ച് അമർത്തി ചവിട്ടിയാൽ എന്ത് സംഭവിക്കും? അഞ്ഞാഴി തണ്ണിക്ക് അങ്ങയും ഇങ്ങയും എങ്കയുമുണ്ട്.